ലഹരിക്കേസിൽ അറസ്റ്റിലായ ഷൈൻ ടോം ചാക്കോയുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കി ഇപ്പോൾ നോർത്ത് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്യുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമെങ്കിൽ നടനെ വിളിച്ചു വരുത്താൻ തന്നെയാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ NDPS ആക്ട് പ്രകാരം ചുമത്തിയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നടന്റെ കുറ്റസമ്മത മൊഴി തന്നെയാണ് ഏറ്റവും പ്രധാനം. സജോ ദേവസിയും SS ശരണും അർജുൻ മട്ടന്നൂർ ലേബി സജീന്ദ്രനും ശ്യാം ദേവരാജും വിവരങ്ങളുമായി തുടരുകയാണ്. നമുക്ക് സജോയിലേക്ക് പോയാൽ, സജോ, നേരത്തെ ലേബി പറഞ്ഞതുപോലെ സിനിമാ മേഖലകളിലേക്ക് പോകേണ്ടുന്ന അന്വേഷണം അതിലേക്ക് വഴിവെക്കുന്നത് തന്നെയാണ് ഇന്നിപ്പോൾ ഷൈൻ ടോം ചാക്കോ നൽകിയിട്ടുള്ള മൊഴിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കാരണം താൻ കഞ്ചാവ് ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ടെന്ന് ഷൈൻ ടോം ചാക്കോ മൊഴി നൽകുന്നു. ഇത് എവിടെ നിന്ന് ലഭിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ഇയാൾക്ക് സെറ്റിൽ അത് എത്തിച്ചു നൽകുന്നത് അസിസ്റ്റന്റ് ഡയറക്ടർമാർ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകർ തന്നെയാണെന്ന് ഷൈൻ ടോം ചാക്കോ മൊഴി നൽകുന്നു. മാത്രമല്ല, സജീർ ഉൾപ്പെടെ ലഹരി സംഘത്തിൽ ഉൾപ്പെട്ടവരുമായുള്ള ഷൈൻ ടോം ചാക്കോയുടെ ബന്ധം അത് സിനിമാ മേഖലയിലേക്ക് അന്വേഷണം പോകുമ്പോൾ അത് ഷൈനിലേക്ക് മാത്രം ഒതുങ്ങില്ല എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ? വിനിത, ഉറപ്പായും. അതായത് സജീർ, തസ്ലീമ, അങ്ങനെ ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള പേരുകളുണ്ട്. അതായത് സിനിമാ സെറ്റുകളും മറ്റുമൊക്കെ കേന്ദ്രീകരിച്ചോ അല്ലാതെയോ അതിന് ഇടനിലക്കാർ എന്ന നിലയ്ക്കുള്ള ഒരു സംഘം നെറ്റ്വർക്ക്, ആ ഇടനിലക്കാർ സെറ്റിലേക്ക് എത്തിക്കുന്ന അവിടെ അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ എന്ന് തുടങ്ങി ഈ കേസിലടക്കം പ്രധാനമായും അതായത് രാസലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നതും സെറ്റിൽ അത് തനിക്ക് ലഭ്യമാകുന്നുണ്ടെന്നും അതിന് ഇടനിലക്കാരായും അല്ലാതെയും സെറ്റിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് എന്നും ഒക്കെ ഷൈൻ സമ്മതിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ആ മൊഴിയുടെ വിശദാംശങ്ങൾ അതാരൊക്കെ അങ്ങനെ പ്രവർത്തിക്കുന്നത് ആരാണ്, സിനിമാ മേഖലയിലടക്കം, അത് സിനിമാ മേഖല എന്നത് ഷൈൻ ടോം ചാക്കോയുടെ കാര്യമായതുകൊണ്ടും നടൻ ഈ കാര്യങ്ങൾ മൊഴിയായി പറയുന്നത് കൊണ്ടാണ് ഇത് നമ്മൾ എടുത്തു പറയുന്നത്. അങ്ങനെ സിനിമാ സെറ്റുകളിൽ ലഹരി എത്തിക്കാൻ അതിനുവേണ്ടി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നെറ്റ്വർക്ക് ഉണ്ട് എന്ന് തന്നെ ഈ മൊഴിയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതിൻ്റെ വിശദമായ പരിശോധനകളിലേക്കൊക്കെ ഉറപ്പായും പോകേണ്ടി വരും. പക്ഷേ പലപ്പോഴും ഇത്തരം കേസുകളുടെയൊക്കെ ഒരു പരിമിതി, അതായത് തൊണ്ടി സഹിതം ഉള്ള പലപ്പോഴും അത്തരം സെർച്ച് ഓപ്പറേഷൻസ് ഉണ്ടാവേണ്ടി വരും. അതിൻ്റെയൊക്കെ ഒരു തുടക്കമായി കൂടി ഇതിനെ കാണണം. അതായത് ആത്യന്തികമായി ഈ ലഹരി വ്യാപനത്തെ തടയുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി ഉള്ള ഒരു ശ്രമത്തിന് കൂടി ഇതൊരു പ്രധാനപ്പെട്ട നിർണായക വഴിത്തിരിവായി കൂടി കാണണം. ഷൈൻ ടോം ചാക്കോ ഇക്കാര്യങ്ങൾ സമ്മതിക്കുകയാണ്. നേരത്തെ തസ്ലീമ മൊഴിയായി തന്നെ ഇത് പറഞ്ഞതാണ്. ആ ബന്ധമുണ്ട് എന്ന് ഷൈൻ സമ്മതിക്കാതെ തരവില്ല. കാരണം ആശയവിനിമയം നടത്തിയതിൻ്റെ അടക്കം ഡിജിറ്റൽ തെളിവുകളുണ്ട്. മറ്റൊന്ന്, സജീർ അടക്കമുള്ള ഇടനിലക്കാരാണ്. അങ്ങനെയുള്ള ആളുകളുമുണ്ട്. അവർ നേരിട്ടും, അതായത് സെറ്റിന് പുറത്ത് പലപ്പോഴും ആശയവിനിമയം നടക്കുന്നു. അത് അവിടെ സെറ്റിനകത്തും സിനിമാ സെറ്റുകൾ, ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലേക്കും ലഹരി എത്തുന്നു എന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ വലിയ വിപുലമായ നെറ്റ്വർക്കിലേക്ക് കൂടി എത്തിച്ചേരേണ്ടതുണ്ട്. അതിനുകൂടി ഗുണകരമാകും വിധമുള്ളൊരു നിർണായകമായ മൊഴിയായി കൂടി ഇതിനെ കാണണം. ഇനിയിപ്പോൾ സജീർ അടക്കമുള്ളവരിലേക്ക് കൂടുതൽ ഇടനിലക്കാർ സംബന്ധിച്ച വിശദാംശങ്ങൾ നേരത്തെ ഈ കോൾ ലോഗും വാട്സപ്പ് സന്ദേശവും അടക്കം പരിഗണിച്ച്, ഒപ്പം ഇതിനകം തസ്ലീമ അടക്കം നൽകിയ മൊഴികൾ കേന്ദ്രീകരിച്ച് ഇതിനകം തന്നെ ഒരു പട്ടിക പോലീസിനെ സംബന്ധിച്ചിടത്തോളം, അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കൈവശമുണ്ട്. അവരിലേക്ക് കൂടി അന്വേഷണം ഉറപ്പായും നീളും. അങ്ങനെ വരുമ്പോൾ വിപുലമായ ഒരു ലഹരി നെറ്റ്വർക്ക്, അതായത് തടസ്സങ്ങളില്ലാതെ ആവശ്യമുള്ളപ്പോഴൊക്കെ രാസലഹരിയും ഹൈബ്രിഡ് കഞ്ചാവും ഒക്കെ ലഭ്യമാകുന്നു എന്നതാണ്. അതെങ്ങനെ വിപുലമായി ഇങ്ങനെ ആവശ്യമുള്ളവർക്ക് സിനിമാ സെറ്റുകളിലെന്നോ മറ്റിടങ്ങളെന്നോ ഭേദമില്ലാതെ ലഭ്യമാകുന്നു. അതായത് ഒരു തടസ്സവുമില്ലാത്ത ലഹരിയുടെ ഒഴുക്ക് ഇത്തരം പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം സംഭവിക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി കാണേണ്ടത്. അതുകൂടി അങ്ങേയറ്റം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കേസിൽ ഷൈൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതോടുകൂടി നമ്മൾ കുറെ കൂടി ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ മറനീക്കി പുറത്തേക്ക് വരികയാണ്. ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് സെറ്റിനകത്തും പുറത്തുമൊക്കെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് തടസ്സങ്ങളില്ലാതെ അവർക്ക് ഇഷ്ടമുള്ള ആളുകളിലേക്കും സ്ഥലങ്ങളിലേക്കും ലഹരി ഒഴുക്കാൻ കഴിയുന്നുണ്ട് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഈ കേസിൻ്റെ തലം എന്നത് കേവലം ഷൈൻ ടോം ചാക്കോ രാസലഹരി ഉപയോഗിച്ചു അല്ലെങ്കിൽ ഉപയോഗിക്കുന്നു അങ്ങനെയുള്ള, അല്ലെങ്കിൽ ലഹരി ഇടനിലക്കാരുമായി ബന്ധമുണ്ട് എന്ന ഒരു അതിന് മാത്രം കൺഫൈൻ ചെയ്ത് നിൽക്കുന്ന ഒന്നല്ല. ഷൈൻ അത് സമ്മതിക്കുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് വിപുലമായൊരു തലം ഇതിനുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ടത്. അങ്ങനെ വിപുലമായൊരു നെറ്റ്വർക്കിനെ കൂടി ഇതോടൊപ്പം തന്നെ കാണേണ്ടതുണ്ട്. അതിലേക്ക് കൂടി വിശദമായ അന്വേഷണം ഉണ്ടാകും എന്നതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതിലേക്കെല്ലാമുള്ള ഒരു തുടക്കം കൂടിയായി ഈ കേസിനെ നമ്മൾ ഈ ഘട്ടത്തിൽ കാണണം. വിനീത, അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. തസ്ലീമ സുൽത്താന, ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട തസ്ലീമ സുൽത്താന, ഒപ്പം ഭർത്താവ് സുൽത്താനുമായൊക്കെ എന്താണ് ബന്ധം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയണം. ശ്രീനാഥ് ബാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കുമെതിരെ മൊഴി നൽകിയതാണ് ഈ രണ്ട് പ്രതികളും. അവർ ചോദ്യം ചെയ്യലിന് എക്സൈസ് സംഘം ഇവരെ ചോദ്യം ചെയ്യാൻ ഇരിക്കുകയായിരുന്നു, നോട്ടീസ് നൽകി വിളിപ്പിക്കാൻ ഇരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ അറസ്റ്റിലാവുന്നത്. നമുക്കറിയാവുന്നതുപോലെ
നടി വിൻസിയാണ് ഇത്തരത്തിൽ സെറ്റിലെ ഒരു ലഹരി ഉപയോഗത്തെക്കുറിച്ച് ആദ്യം ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത്. മോശമായി സംസാരിച്ചതിനെ കുറിച്ചൊക്കെ വെളിപ്പെടുത്തൽ നടത്തുന്നത്. പക്ഷേ അതിന് പിന്നാലെ ഷൈൻ ടോം ചാക്കോ ഒരു ഹോട്ടലിൽ നിന്ന്, കൊച്ചിയിലെ ഹോട്ടലിൽ നിന്ന് ചാടി ഓടി രക്ഷപ്പെടുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വരികയും ആ വാർത്ത പുറത്തു വരികയും ചെയ്തതോടെയാണ് ഇതിൻ്റെ കഥ മാറുന്നത്. എന്തിനാണ് ഷൈൻ ടോം ചാക്കോ ഇത്തരത്തിൽ ഓടി രക്ഷപ്പെട്ടതെന്നൊരു ചോദ്യം ആയിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ സ്റ്റേഷനിൽ ഹാജരാവാൻ ഷൈൻ ടോം ചാക്കോ എത്തിയപ്പോഴും അതുതന്നെയായിരുന്നു നിർണായകമായ ചോദ്യവും. എന്നാൽ ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട് ഗുണ്ടകളെന്ന് തെറ്റിദ്ധരിച്ചാണ് താൻ ഓടിപ്പോയതെന്നാണ് ആദ്യഘട്ടത്തിൽ ഷൈൻ ടോം ചാക്കോ പോലീസിനോട് പറഞ്ഞത്. തനിക്ക് സാമ്പത്തിക ഇടപാടുകളുമായൊക്കെ ബന്ധപ്പെട്ട നിരവധി ശത്രുക്കളുണ്ട്, അവരിൽ ആരെങ്കിലും ആകാം എന്ന് കരുതിയാണ് ഓടി രക്ഷപ്പെട്ടത്. ആ സമയത്ത് ജീവൻ രക്ഷിക്കുക എന്നതായിരുന്നു പ്രധാനം. അതുകൊണ്ടാണ് സാഹസികമായി 3-ാം നിലയിൽ നിന്ന് 2-ാം നിലയിലേക്ക് ഷീറ്റിന് മുകളിലേക്കൊക്കെ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്നാണ് ഷൈൻ ടോം ചാക്കോ പറഞ്ഞത്. നമുക്കറിയാവുന്നതുപോലെ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട ഷൈൻ ടോം ചാക്കോ തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു. അവിടെ പൊള്ളാച്ചിയിലെ റിസോർട്ടിലൊക്കെ എത്തിയിരുന്നു. ഒടുവിൽ പോലീസ് സംഘം ഷൈൻ ടോം ചാക്കോയുടെ വീട്ടിലെത്തി തന്നെ നോട്ടീസ് നൽകി ഹാജരാകാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് കുടുംബം ഷൈൻ ടോം ചാക്കോ ഹാജരാകുമെന്നും അറിയിച്ചതാണ്. ഇന്ന് രാവിലെ 10 മണിക്കാണ് 10:30 ഹാജരാക്കാൻ പോലീസ് സംഘം ആവശ്യപ്പെട്ടത്. പക്ഷേ കൃത്യം 10 മണിക്ക് തൊട്ട് മുൻപ് തന്നെ, അതായത് അരമണിക്കൂർ മുമ്പ് തന്നെ ഷൈൻ ടോം ചാക്കോ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. തുടക്കത്തിൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഷൈൻ ടോം ചാക്കോ നിഷേധിക്കുകയായിരുന്നു. താൻ ലഹരി ഉപയോഗിക്കാറില്ല, ലഹരി ഇടപാടുകാരുമായി ബന്ധമില്ല, ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട് ഓടിയത് ഗുണ്ടകളെന്ന് തെറ്റിദ്ധരിച്ചാണ് എന്നൊക്കെയാണ് ഷൈൻ ടോം ചാക്കോ വിശദീകരിച്ചത്. പക്ഷേ കൃത്യമായ ഹോംവർക്ക് നടത്തി തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് തന്നെ കൃത്യമായ ചോദ്യാവലി തയ്യാറാക്കി തന്നെയാണ് സെൻട്രൽ ACP ജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്യൽ നടത്തിയത്. മാത്രമല്ല അവിടേക്ക് നാർക്കോട്ടിക് ACPയും സൗത്ത് ACPയും കൂടി എത്തിയതോടെ ഇതിൻ്റെ ഗൗരവം കുറച്ചുകൂടി മനസ്സിലായി. കൃത്യമായ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിൽ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്തപ്പോൾ, തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തപ്പോൾ പല കാര്യങ്ങളും ഷൈൻ ടോം ചാക്കോയ്ക്ക് സമ്മതിക്കേണ്ടി വരികയായിരുന്നു. താൻ ലഹരി ഉപയോഗിക്കാറുണ്ട്, മെത്തഫെറ്റമിനും കഞ്ചാവും ഉപയോഗിക്കാറുണ്ട് എന്ന് മൊഴി നൽകുന്നു. ഒപ്പം സജീർ എന്ന ലഹരി കടത്തുകാരനുമായി, ലഹരി ഡീലറുമായി തനിക്ക് ബന്ധമുണ്ട് എന്ന് ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ അന്ന് ഹോട്ടലിൽ ഡാൻസ് ഓഫ് സംഘം തേടിയെത്തിയത് ഇതേ സജീറിനെയാണ്. അവിടെ നിന്നാണ് ഡാൻസ് ഓഫ് സംഘം സജീറിനെ തേടിയെത്തിയ സമയത്താണ് ഷൈൻ ടോം ചാക്കോ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നത്. ഈ സജീറുമായി ബന്ധമുണ്ട് എന്ന് നടൻ സമ്മതിക്കുകയാണ്. മാത്രമല്ല പോലീസ് ഫോൺ പരിശോധിച്ചതിൽ നിന്ന് അന്ന് ഓടി രക്ഷപ്പെട്ട ദിവസം മാത്രം 20,000 രൂപയുടെ സാമ്പത്തിക ഇടപാട് സജീറുമായി നടൻ നടത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള തെളിവുകളൊക്കെ തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്ക് എതിരാവുകയാണ്. മാത്രമല്ല ചാറ്റുകളുണ്ട്, ഫോൺ കോളുകളുണ്ട്. ഇതൊക്കെ തന്നെയും കോൾ ലിസ്റ്റുകളൊക്കെ തന്നെ പരിശോധിച്ചതോടുകൂടി, അല്ലെങ്കിൽ ആ തെളിവുകളൊക്കെ നിരത്തി പോലീസ് ചോദ്യം ചെയ്തതോടെ ഒരു ഘട്ടത്തിൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരികയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇയാൾ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ജാമ്യം ലഭിക്കാവുന്ന, NDPS ആക്ട് പ്രകാരം ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കുറ്റസമ്മതമൊഴിയിൽ ഷൈൻ ടോം ചാക്കോ പറഞ്ഞ കാര്യങ്ങൾ അത് നിർണായകമാണ്. തുടർന്നുള്ള ദിവസങ്ങളിലും ഇക്കാര്യങ്ങളിൽ അന്വേഷണം ഉണ്ടാവുകയും ചെയ്യും. ഞങ്ങളുടെ പ്രതിനിധികൾ തുടരുന്നുണ്ട്. ഏറ്റവും പുതിയ അപ്ഡേറ്റ്